മഴതോരും മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് പറയുന്നത്. അങ്ങനെ വൈജയന്തി വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം വീണ്ടും വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. രാവിലെ ബബിതയ്ക്ക് കോളേജിൽ കൊണ്ടുപോകാനായിട്ടുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നതിനിടെ ബബിത ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താ അമ്മേ, അമ്മയ്ക്കാണെങ്കിൽ ഏത് സമയവും ദേഷ്യമാണല്ലോ, ഒന്ന് ചിരിച്ച മുഖത്തോടു കൂടെ കണ്ടിട്ട് എത്ര നാളായി, അമ്മ എന്തിനെങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇരിക്കുന്നത്, ആരെയൊക്കെ കടിച്ച് കീറാൻ പോകുന്നത് പോലെ. അലീന ചേച്ചി ഇവിടെ നിന്ന് പോയില്ലേ, അലീന ചേച്ചി ഇപ്പോൾ കുളത്തൂപ്പുഴ സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ അമ്മ ഇത്, നമ്മളൊക്കെ വീട്ടിലുള്ളവരല്ലേ, അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് വർത്തമാനം പറഞ്ഞുകൂടെ അമ്മേ, എപ്പോൾ നോക്കിയാലും ദേഷ്യം മാത്രം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ദേ ബബി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് രാവിലെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. നിൻ്റെ ലഞ്ച് ബോക്സ് റെഡിയായല്ലോ, നീ വേണമെങ്കിൽ സ്കൂളിൽ പോയിക്കോ, അല്ലാതെ വെറുതെ ഇവിടെ നിന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്നു. അമ്മേ, ഞാനാണോ അമ്മ ഈ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചത്? അമ്മയല്ലേ രാവിലെ എണീറ്റ് വരുമ്പോൾ അമ്മമാരെന്താ ചെയ്യുക, സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു, ഒരു നോട്ടം പോലും അമ്മ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് സങ്കടത്തിൽ പറഞ്ഞു പോയതാ. ഞങ്ങൾ അമ്മയുടെ മക്കളല്ലേ, എന്താടി നിനക്കതും സംശയമുണ്ടോ? അല്ല, അമ്മ എത്ര പ്രസവിച്ചെന്ന് അമ്മയ്ക്കല്ലേ അറിയാവൂ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തിയുടെ മുഖമൊക്കെ അങ്ങ് ആകെ വിളറി വേർക്കുകയാണ്. എന്തെങ്കിലും ബബിത അറിഞ്ഞിട്ടുണ്ടോ, അറിഞ്ഞു വെച്ചിട്ടായിരിക്കുമോ അവളിങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇപ്പോൾ അമ്മയെ ചോദ്യം ചെയ്യാനുമായി, അമ്മ എത്ര പെറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നീ നിന്റെ കാര്യം നോക്ക് ബബി എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുമ്പോഴായിരിക്കും ബാലചന്ദ്രൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് വീണ്ടും വൈജയന്തി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രനെ കുത്തുന്നുണ്ട്. രാവിലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ബാഗൊക്കെ തൂക്കി, എവിടെ ഇനി ജ്വല്ലറിയിലേക്കാണോ അതോ നിങ്ങളുടെ രഹസ്യക്കാരിയെ കാണാനാണോ? അപ്പം അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അവിടെ വിളിച്ച് അന്വേഷിച്ചു, അപ്പോൾ അറിഞ്ഞു നിങ്ങൾ ജ്വല്ലറിയിൽ വരാറില്ല, നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാലും 2 സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അവളിലേക്കാണെന്ന്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, അവൾ നിങ്ങൾക്ക് എന്തോ വിഷം തന്ന് മയക്കിയിട്ടെന്ന് എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവൾ തരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ മുകളിലത്തെ റൂമിലങ്ങ് സ്ഥിരമാക്കിയത്. ഞാനോ ഒരു ഭാര്യ എന്നുള്ള സ്ഥാനം മാത്രം താഴത്തെ മുറിയിൽ കിടക്കുന്നു. നടക്കട്ടെ. ഇതൊക്കെ ബബിതയും രോഹിത്തും കൃഷ്ണമോളും ഒക്കെ കേൾക്കുന്നുണ്ട്. കൃഷ്ണമോൾക്ക് കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും അവൾ മൗനം പാലിച്ച് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. ബാലചന്ദ്രൻ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്, ഒന്നും പറയണ്ട എന്നുള്ള സ്വരത്തിൽ. ബാലചന്ദ്രനും ഒന്നും മിണ്ടാതെ തന്നെ തിരിച്ച് ഓഫീസിലേക്ക് പോവുകയാണ്. കണ്ടോടി, ഞാൻ ഈ പറഞ്ഞപ്പോൾ അയാൾ ഒരക്ഷരം മിണ്ടാതെ പോയത്. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കിടന്ന് പ്രസംഗിക്കേണ്ടതല്ലേ. ഇപ്പോൾ കണ്ടല്ലോ അയാൾ എന്തൊക്കെ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യം. അയാൾ കറക്റ്റായിട്ട് ജ്വല്ലറിയിലൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം, ആ രഹസ്യക്കാരെ കാണാൻ വേണ്ടിയിട്ട്, ആ വീട്ടുവേലക്കാരെ കാണാൻ വേണ്ടിയിട്ട് ആണ് അയാൾ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ നിനക്ക് മനസ്സിലായല്ലോ. അയ്യോ, ഇനി ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ലേ. ഇപ്പോൾ കണ്ടല്ലോ നിൻ്റെയൊക്കെ അച്ഛൻ്റെയൊക്കെ സ്വഭാവം. ഞാൻ പറയുമ്പോൾ ഞാനാണ് കുറ്റക്കാരി. ഇപ്പോൾ എന്തിരിക്കുന്നു, അയാൾ എന്തുകൊണ്ടല്ലെങ്കിൽ പറയുന്നില്ല അവൾ എവിടെയാണ് കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ നിങ്ങളോടെങ്കിലും പറയണ്ടേ, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയോ? അതുമില്ല, അയാൾ രഹസ്യമായിട്ട് അയാളുടെ രഹസ്യ കാമുകിയെ കാണാൻ പോയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ കൃഷ്ണമോളിങ്ങനെ കണ്ണടച്ച് നിൽക്കുകയാണ്, ഒന്നും പറയരുതേ എന്നൊക്കെ ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞ ശേഷം കാണിക്കുന്നത് വൈജയന്തിയുടെ അമ്മ സൗദാമിനി അമ്മ വൈജയന്തിയെ വിളിക്കുന്നതാണ്. വൈജയ്, നിൻ്റെ ഇങ്ങോട്ട് ഒരു അനക്കമൊന്നും ഇല്ലല്ലോ, നീ പോയതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ വൈജയ്, എന്താ അവിടെ സുഖമല്ലേ? ബാലചന്ദ്രനുമായിട്ട് നീ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ വൈജയ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? എൻ്റെ അമ്മേ, ഞാൻ അയാളുമായിട്ട് ഒരു യുദ്ധത്തിനും പോകുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല അമ്മേ. അയാൾ വീണ്ടും അവളെ കാണാൻ പോവുക, ആ രഹസ്യക്കാരിയെ. ഇവിടെ ആകുമ്പോൾ ബാക്കി എല്ലാവരും കാണില്ലേ, അങ്ങ് ദൂരോട്ട് എവിടെയെങ്കിലും മാറി ഒരു വീടെടുത്ത് കൊടുത്താൽ എപ്പോൾ വേണമെങ്കിലും ചെന്ന് കാണാമല്ലോ, അയാൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുകയും ചെയ്യും. ഞാൻ എന്തിനാ വെറുതെ ഒരു ഭാര്യാസ്ഥാനത്തിലിരിക്കുന്നത്? എൻ്റെ വൈജയ്, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ, നാവു പിഴച്ച ഒരു അക്ഷരം പറഞ്ഞു പോകരുതെന്ന്. ഇതൊക്കെ ഓർത്ത് നിനക്ക് ഒരു നാൾ ദുഃഖിക്കേണ്ടി വരും വൈജയ്. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ബാലചന്ദ്രൻ്റെ പിറകെ പോയി നീ ചൊറിയരുതെന്ന്. നീ പഠിക്കില്ല, നിനക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞ് അവസാനം എല്ലാം നശിച്ച് താറുമാറാവുമ്പോഴേ വൈജയ് നീ പഠിക്കുള്ളൂ. അമ്മ ഇനി ഒന്നും പറയണ്ട, അമ്മ എപ്പോഴും അവളുടെ ഭാഗത്താണെന്ന് എനിക്കറിയാം. നിങ്ങളോടൊക്കെ എന്ത് പറഞ്ഞിട്ട് കാര്യം എന്താ? അവൾ എന്തൊക്കെ തന്നെ നിങ്ങളെ മയക്കിയിട്ടുണ്ട്, അല്ലാതെ എന്ത് പറയാനാ? ഈ വൈജയെ മാത്രം കിട്ടില്ല അവളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ. അമ്മ വിളിച്ച കാര്യം പറ. ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല, കമല ഇന്ന് എവിടേക്കോ പോകുന്നുണ്ട്, അപ്പോൾ അവൾ 2 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. ഞാൻ മാത്രമല്ലേടി ഇവിടെ ഉള്ളൂ, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ വേണ്ടേ? നീ അതുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വന്ന് നിൽക്കുമോ വൈജയ്? അമ്മ എന്താ ഈ പറയുന്നത്? എനിക്ക് ബാങ്കിൽ പോകണ്ടേ? അവിടെ വന്ന് നിന്നാൽ മതിയോ?
എടീ നീ ഇവിടെ വന്നിട്ട് ബാങ്കിൽ പൊയ്ക്കോ, നീ വരുമ്പോൾ കൃഷ്ണമോളെയും ബബിതയും കൂടെ കൂട്ടിക്കോ, അവരുടെ അടുത്ത് അല്ലെങ്കിൽ പറഞ്ഞോ കോളേജ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരാൻ, അല്ലെങ്കിൽ മനു വന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരും. എടീ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യടി, ആരെങ്കിലും ഒരു സഹായത്തിന് വേണ്ടേ ഇത് എണീപ്പിച്ച് നടപ്പിക്കാനോ എന്തിനെങ്കിലും. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. നിനക്ക് നാളെ രാവിലെ തന്നെ തിരിച്ചു പോവാം. ഇവിടെ നീ രാവിലെ വന്നിട്ട് ഇവിടെ നിന്ന് ബാങ്കിൽ പോ, അപ്പോൾ എനിക്കൊരു സമാധാനം ആവുമല്ലോ. ആ ശരി അമ്മേ, ഞാൻ അവിടെ വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ്. അങ്ങനെ നേരെ വൈജയന്തി കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ കമലയുണ്ട്. ആ കമലയിടത്ത് ഇവിടെ ഉണ്ടോ? അമ്മ പറഞ്ഞു കമലയിടത്ത് 2 ദിവസത്തേക്ക് എവിടേക്കോ ഒരു ദൂരെ യാത്ര പോവുകയാണെന്ന്. എവിടേക്കാ കമലയിടത്തി? അപ്പോൾ കമല ഒന്നും തന്നെ മിണ്ടുന്നില്ല. ആ അത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാ. ഫ്രണ്ടോ? ഇത്ര ദൂരെയോ? അതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്താ നമ്മളോടൊന്നും പറയാത്ത ഇത്ര രഹസ്യം? എൻ്റെ വൈജേ, അതൊന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോവാം. ഇനി അതിൽ പിടിച്ച് തൂങ്ങണ്ട വൈജേ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ തന്നെ പോവാം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമ്മളറിയും കാര്യങ്ങളെല്ലാം. ആ വൈജേ, നീ ഇവിടെ കാണണം കേട്ടോ. ഞാൻ പോയിട്ട് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഞാൻ വരാം. പോയിട്ട് ഒരത്യാവശ്യമുണ്ട് വൈജേ, അവളെ കണ്ടിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ടാ. ആ പോയിക്കോ പോയിക്കോ, ഞാനിവിടെ കാണും. ഞാൻ രാവിലെ ബാങ്കിൽ പോവും, എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരാം. എന്നിട്ട് അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാമല്ലോ. ആ മക്കൾ നോക്കുന്ന മക്കളുണ്ടെങ്കിൽ അമ്മമാർക്ക് സുഖമായിരിക്കും, അല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഇട്ടെറിഞ്ഞേറ്റ് എവിടെയെങ്കിലുമൊക്കെ പോകും. എന്താ വൈജയ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ ഇവിടെയല്ലേ കിടക്കുന്നത്, ഞാനല്ലേ അമ്മയെ നോക്കുന്നത്? നീ വല്ലപ്പോഴും വന്ന് കാണുന്നവളല്ലേ. എന്തെങ്കിലും ഒരു ദിവസം അമ്മയെ നോക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണോ വൈജയ സംസാരിക്കുന്നത്? ഓ ഞാനൊന്നും പറഞ്ഞില്ലേ കമലയിടത്തി, നിങ്ങൾ പോയിട്ട് വാ. ആ ശരി വൈജയ്, ഞാൻ പോയിട്ട് വരികയാണേ എന്ന് പറഞ്ഞ് കമല പോവുകയാണ്. കമല പോകുന്നത് മനുവിനൊരു കല്യാണാലോചനയുമായിട്ട് പുനലൂരിലേക്കാണ്. ഇവിടെ കടപ്പാട്ടൂരിൽ വൈജയ് ജോലിക്ക് പോകുന്ന സമയത്ത് സൗദാമിനി അമ്മ പറയുന്നുണ്ട്, വൈജയ് ഒരിടവും കയറി തങ്ങി നിൽക്കരുതേ, പെട്ടെന്ന് വരണേ കേട്ടോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സമയം വൈകല്ലേ വൈജയ്, എനിക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ടാ വൈജയ്. ആ എൻ്റെ അമ്മേ, എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. പെട്ടെന്നൊക്കെ ചാടിക്കയറി വരാൻ പറ്റുന്ന ജോലിയാണോ? അവിടുത്തെ കാര്യങ്ങളെല്ലാം തീർക്കണ്ടേ, എന്നിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ആ അമ്മ സമാധാനപ്പെട്ടിരിക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടിയിട്ട് നോക്കാം. ഉറപ്പൊന്നും പറയുന്നില്ല, ഞാൻ നോക്കാം കേട്ടോ. അമ്മ സമയത്തിന് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുക. മനു ഉണ്ടല്ലോ, ഭക്ഷണം എന്തെന്ന് വേണമെന്ന് പറഞ്ഞാൽ മനുവിനെ വിളിച്ചാൽ മതി, ഫോണിൽ വിളിച്ചാൽ മതി, അവൻ വന്ന് എടുത്തു തരും. വൈകുന്നേരം നേരത്തെ കൃഷ്ണമോളും ബബിതയും ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വൈജയന്തി ഓഫീസിലേക്ക് പോവാണ്. കമല അങ്ങനെ അവിടെ ഫ്രണ്ടിനെയൊക്കെ കണ്ടിട്ട്, ഫ്രണ്ടിൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോളെ കല്യാണം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമല അങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയത്ത് ആ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, ആ കമലേ നമുക്കവളെ കാണാൻ പോകണ്ടേ? എവിടെയാ അടി കാണാൻ പോവേണ്ടേ? അവളുടെ വീട് എവിടെയാ? ആ അവളിവിടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. ടെക്സ്റ്റൈൽ ഷോപ്പിലുള്ള പെണ്ണിനെയാണോ എൻ്റെ മനുവിന് വേണ്ടിയിട്ട് നീ കണ്ടെത്തിയത്? ഒന്നുമില്ലെങ്കിലും നമ്മുടെ സ്റ്റാറ്റസ് എങ്കിലും നിനക്ക് നോക്കിക്കൂടായിരുന്നോടി? ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്ന പെണ്ണിനെ കാണാനാണോ ഞാൻ അങ്ങ് അവിടെ നിന്ന് ഇത്രയും ദൂരം വരെ വന്നത്? ഷോ, എൻ്റെ സമയവും കളഞ്ഞു. എൻ്റെ കമലയെ, ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പെന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ഓണർ. അവിടെ അവൾ ഡെയിലി വരും കണക്ക് നോക്കാനായിട്ട്. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അവർക്ക് ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ ഉണ്ടോ? അവിടുത്തെ മുതലാളിയാണോ ആ കൊച്ച്? ആ അവർക്ക് ടെക്സ്റ്റൈൽ ഷോപ്പ് മാത്രമല്ല, അങ്ങനെ കുറേ ബിസിനസ് ഉണ്ട്. ഒറ്റ മോളല്ലേ, എല്ലാം അവൾക്കുള്ളതാ. ഇതൊക്കെ കാണുമ്പോൾ കമലയുടെ കണ്ണൊക്കെ അങ്ങ് മഞ്ഞളിച്ച് പോകുന്നുണ്ട്. ആണോ? പെൺകുട്ടിയെ നമുക്ക് കാണാം, വാ എന്ന് പറഞ്ഞ് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ ചെന്ന് ആ കുട്ടിയെ കാണുന്നുണ്ട്. കമലയ്ക്ക് ആ കുട്ടിയെ വളരെ ഇഷ്ടമാവുന്നുമുണ്ട്. കുട്ടിക്ക് മനുവിൻ്റെ ഫോട്ടോയൊക്കെ കമല കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടിയും ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് സംസാരിച്ചത്. ആ കുട്ടിക്കും പകുതി സമ്മതമൊക്കെ ആണ് എന്നറിഞ്ഞപ്പോൾ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കാം, അങ്ങനെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം എന്ന സന്തോഷത്തിലാണ് കമല അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങാനൊക്കെ തുടങ്ങുന്ന സമയത്താണ് കമല ആ കാഴ്ച കാണുന്നത്. അവിടേക്ക് സ്റ്റാൻലി ജോസഫും അലീനയും കൂടെ വരുന്നു. അവരെ കാണുമ്പോൾ അവളങ്ങ് അമ്പരന്ന് നോക്കുകയാണ്. ഒരു വലിയ ആഡംബര കാറിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഒരുങ്ങിയാണ് അലീന വരുന്നത്. അവളെ കാണുമ്പോൾ ഇങ്ങനെ കമല അമ്പരന്ന് നോക്കുകയാണ്. ഇതാ കൊച്ചു തന്നെയല്ലേ അലീന? ഇതിപ്പോൾ ഏവൻ്റെ കൂടെയാണ് വരുന്നത്? അന്ന് ബാലചന്ദ്രൻ ഇയാളുടെ കൂടെയാണോ ഈ കൊച്ചിനെ കൊണ്ടുവിട്ടത്? പക്ഷെ എന്നാലും ഇവൾ ഇത്രയും മിടുക്കിയാണല്ലോ ഓരോ ആണുങ്ങളെ കയ്യും കലാശവും കാണിച്ച് വളച്ചെടുക്കാൻ.
ഇപ്പോഴോ ഏതോ വീട്ടിലെ വലിയ മുതലാളിയുടെ കൂടെ കാറിൽ കയറി വന്നിരിക്കുന്നു. ഇതിനൊക്കെ ഒരു കഴിവ് വേണം. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആ കൂട്ടുകാർ ചോദിക്കുകയാണ്, എന്താ കമലെ നീ പെറുപെറുക്കുന്നത്? ദേ വരുന്ന പെണ്ണില്ലേ, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ വീട്ടിൽ ജോലിക്ക് നിന്ന പെണ്ണ. അവിടെ കുറേ പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കി. അവളുടെ ഭർത്താവുമായിട്ട് ഇവക്ക് എന്തോ അവിഹിതമൊക്കെ ആയി. പിന്നെ അയാളുടെ ഭാര്യയും അയാളും തമ്മിൽ പ്രശ്നങ്ങളായപ്പോൾ അവിടെ നിന്ന് നൈസിനെ കൊണ്ടുവന്ന് ഇയാളെ ഏൽപ്പിച്ചതാ. ഇപ്പോൾ നോക്കിക്കേ, ഇയാളെ ഇവള് കയ്യിലെടുത്ത് വച്ചിരിക്കുന്നു. ഇതിനൊക്കെ ഒരു കഴിവ് തന്നെ വേണം. അപ്പോൾ ആ ഫ്രണ്ട് പറയാണ്, ശരിയാ കമലെ, ചില പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെയാ. ഓരോരുത്തർ ചെന്നിട്ട് അവിടെയുള്ള ആണുങ്ങളെ കൈയും കലാശവും ഒക്കെ കാണിക്കും. അതും വലിയ വലിയ വീട്ടിലെ ആണുങ്ങളടുത്ത് ചെന്ന് ജോലിക്ക് നിൽക്കുന്നതാ. അതിനും വേണം ഒരു ഭാഗ്യം എന്ന് പറയുമ്പോൾ കമല പറയാണ്, അത് ശരിയാ, അതിനും ഒരു ഭാഗ്യം വേണം. ഇപ്പോൾ നോക്കിക്കേ, വലിയ കാറ്, അവളിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ വില തന്നെ എത്രയായി കാണും. അയ്യോ എന്ന് പറയുമ്പോൾ അവിടെ നിന്നിട്ടാണെങ്കിൽ അലീന പപ്പ എന്നൊക്കെ വിളിക്കുകയാണ് സ്റ്റാൻലി ജോസഫിനെ. അപ്പോൾ അയാൾ ചിരിച്ചിട്ട് എന്താ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ വെച്ച് കൊഞ്ചു കുഴയും പോലെ അലീന പറയാണ്, പപ്പ നമ്മളിവിടെ വന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കാനാണെന്നറിയാം, പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ പപ്പ. എന്താ മോളെ, എന്താ മടിക്കാതെ പറയേ. അല്ല പപ്പ, എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ താമസിച്ച ഓർഫണേജിൽ ഒരുപാട് കുട്ടികളുണ്ട് ഇതുപോലെ മാറി ഉടുക്കാൻ വസ്ത്രമില്ലാത്തവർ, കീറിപ്പറഞ്ഞ വസ്ത്രം ഇട്ടവർ, അങ്ങനെയുള്ളവർ, കൊച്ചു കുട്ടികൾ. അതൊക്കെ കാണുമ്പോൾ എനിക്കിതൊക്കെ വലിയ ആർഭാടമായിട്ടാണ് തോന്നുന്നത് പപ്പ. എനിക്കെടുക്കുന്ന ഡ്രസ്സിൽ നിന്നും കുറച്ചെങ്കിലും അവർക്ക് ഞാൻ കൊടുത്തോട്ടെ. എന്താ മോളെ ഇത്, നിനക്ക് എവിടെ ചെന്നിരുന്നാലും ഓർഫണേജിൻ്റെ കാര്യം പറയാനുള്ളോ? അത് മരണം വരെ എൻ്റെ കൂടെ തന്നെ കാണും പപ്പ. 23 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരുമില്ലാതെ ജീവിച്ചിരുന്നപ്പോൾ ഉടുക്കാൻ വസ്ത്രമില്ല, ഒരൊറ്റ പുതപ്പ് മാത്രം. അത് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ മൂടാൻ പുതപ്പില്ല. കീറിയതും തുന്നിയതും ഒക്കെ ആയിട്ടുള്ള എത്രയോ ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്നു പപ്പ. അതുപോലെയല്ലേ അവരും. എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരെ ഞാൻ മറന്നു കളയാൻ പാടുണ്ടോ പപ്പ? അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് അവർക്ക് കൂടെ വാങ്ങിക്കണം. ശരി മോളെ, ശരി. നീ ആദ്യമായിട്ട് പപ്പയോട് പറഞ്ഞ കാര്യമല്ലേ, എങ്ങനെ നിരസിക്കാൻ കഴിയും? ശരി, നിന്നെപ്പോലുള്ള എത്രയോ കുട്ടികൾ കാണും ഇതുപോലെ വലിയ വലിയ അച്ഛനമ്മമാർക്ക് ജനിച്ചവർ, അറിയാതെ ഉപേക്ഷിക്കപ്പെട്ടവർ. അപ്പോൾ അവരെയൊന്നും മറക്കാൻ പാടില്ല മോളെ. ശരിയാ നീ പറഞ്ഞത്. നമുക്ക് വാങ്ങാം. എത്ര വേണമെന്ന് നീ പറഞ്ഞാൽ മതി. ഈ ടെക്സ്റ്റൈൽ ഷോപ്പ് മുഴുവൻ വേണോ? അത് നമുക്ക് വാങ്ങാം. അയ്യോ വേണ്ട പപ്പ, അത്രത്തോളം ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വാങ്ങിക്കുന്നതിൽ ഒരു വിഹിതം അവർക്കും കൂടെ വാങ്ങിക്കാനേ പറഞ്ഞോളൂ. അതും 5-6 കുട്ടികളെ ഉള്ളൂ പപ്പ. നിനക്ക് അവരുടെ അളവൊക്കെ അറിയാമോ മോളെ? കുറേയൊക്കെ അറിയാം പപ്പ. ഞാൻ അവിടെയല്ലേ നിന്നത്. അവരുടെ അളവൊക്കെ എനിക്കറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി കാണാറുള്ളതല്ലേ. അവിടെ നെടുമ്പുരക്കൽ വീട്ടിൽ ഞാൻ ജോലിക്ക് നിന്നപ്പോൾ ആദ്യമൊക്കെ എന്നെ ഒരു ജോലിക്കാരിയായിട്ടല്ലേ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് സാലറി കിട്ടുമായിരുന്നു. അതൊക്കെ കൊണ്ട് ഞാൻ ഓർഫണേജിൽ പോവുമായിരുന്നു അവർക്കുള്ള പലഹാരങ്ങളും ഡ്രസ്സൊക്കെ ആയിട്ട്. അവർക്ക് എന്നെ കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നോ പപ്പ. ഞാനും പോകുമ്പോൾ എനിക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് മോളെ. പഴയ കാര്യങ്ങളൊന്നും ഇനി എന്നെ ഓർമ്മിപ്പിക്കരുത്. പപ്പയ്ക്ക് അതൊന്നും ഓർക്കാൻ താല്പര്യമില്ല. ശരി പപ്പ, പപ്പ വിഷമിക്കണ്ട, ഞാൻ അതൊക്കെ മറന്നില്ലേ. ഇപ്പോൾ എനിക്ക് പപ്പയെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊഞ്ചി നിൽക്കുന്ന അലീനയെ കാണുമ്പോൾ അതൊക്കെ വീഡിയോയിൽ പകർത്തുകയാണ് കമല. എന്നിട്ട് മനസ്സിൽ പറയാണ്, നിൻ്റെ എല്ലാ കള്ളക്കളിയും അവസാനിച്ചടി. നീ എൻ്റെ ചെറുക്കനെ മയക്കെടുക്കാൻ നോക്കിയല്ലേ. അവനാണെങ്കിലോ ഒരു ദേവതയെ പോലെ ഇവളെ കൊണ്ടു നടക്കുന്നത്, കുലസ്ത്രീ എന്ന മട്ടിൽ. ലോകത്ത് വേറെ എത്ര നല്ല പെമ്പിള്ളേർ കിടക്കുന്നു. അവന് എന്താണോ എന്തോ, അവനെയും മയക്കെടുത്തു. അത് തന്നെ. അവനാണെങ്കിൽ എൻ്റെ അലീന അലീന എൻ്റെ അലീനയെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞൊരു ഒറ്റ സ്വരത്തിൽ നടക്കുക. ഞാനിനി കെട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ അവൻ തന്നെ ഇവളെ വെറുത്തോളൂ. എൻ്റെ ഈശ്വര, എൻ്റെ കണ്ണിൽ തന്നെ ഈ കാഴ്ചകളെല്ലാം കാണിച്ചു തന്നല്ലോ. എനിക്ക് സമാധാനമായി. ഇത് കൊണ്ടുവന്ന് ഞാൻ ശിവേട്ടനെയും മനുവിനെയൊക്കെ കാണിക്കും. അവരുടെയൊക്കെ മുന്നിൽ ഇപ്പോൾ ഇവള് പുണ്യാളത്തിയാണല്ലോ. ഈ പുണ്യാളത്തിയുടെ സ്വഭാവം ഞാനിന്ന് പൊളിച്ചെടുക്കും. അവിടെ ചെന്നിട്ട് വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നു. ഛീ എന്ന് പറഞ്ഞ് കമല ആ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് കമല വൈജയന്തിയെ വിളിക്കുകയാണ്. എന്താ കമലയിടത്തി, പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? കൂട്ടുകാരിയെ കണ്ടോ? ഇന്നെങ്ങാനും വരുമോ? പെട്ടെന്ന് വരണേ. എൻ്റെ വൈജയേ, ഞാൻ നിന്നെ ഇതിനല്ല ഇപ്പോൾ വിളിച്ചത്. വൈജയേ, ഞാനൊരു കാഴ്ച കണ്ടു വൈജയേ. ഞാനിവിടെ പുനലൂർ വന്നപ്പോഴേ ആ അലീനയെ ഞാൻ കണ്ടു. അപ്പോൾ വൈജ ചോദിക്കാൻ, അലീനയോ? പുനലൂരിലോ? അവളെ ഏതോ കുളത്തൂപ്പുഴ കൊണ്ട് വിട്ടെന്നാണല്ലോ ബാലചന്ദ്ര അന്ന് ഡയലോഗ് അടിച്ചത്. ഇപ്പം എങ്ങനെ പുനലൂർ വന്നു? എൻ്റെ വൈജയേ, അവളിപ്പോൾ ഏതോ ഒരു വലിയ മുതലാളിയുടെ കൂടെയോ അയാളുടെ കൂടെ കാറിൽ കയറി കൊഞ്ച് കൊഴിഞ്ഞ് വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു വൈജയേ. ഞാൻ അതെല്ലാം വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട്. ഞാൻ വന്നിട്ടേ നിനക്ക് കാണിച്ചു തരാം കേട്ടോ.
എൻ്റെ പൊന്ന് കമലേടത്തി, അവളുടെ കാര്യം എന്നെ എനിക്ക് ഓർമ്മിപ്പിക്കരുതേ. അവളിനി ഏവൻ്റെ കൂടെ വേണമെങ്കിലും നടക്കട്ടെ. എൻ്റെ തലേന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ. ഇനി ഏത് മുതലാളിയോ എവിടെ വേണമെങ്കിലും അവൾ ചെന്ന് കിടക്കട്ടെ കമലേടത്തി. ഞാൻ വയ്ക്കുവാണേ, നിങ്ങൾ നേരത്തെ വരാൻ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ കമല അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് മനുവും ശിവശങ്കരനും ഒക്കെ അവിടെയുണ്ട്. ആ എന്താ കമലേ, പോയ കാര്യമൊക്കെ നടന്നോ? ഫ്രണ്ടിനെ കണ്ടോ? ആ ഞാൻ കണ്ടു. അതിനിടയ്ക്ക് ഒരു വിശേഷം ഉണ്ടായി. എന്താ അമ്മേ എന്ന് മനു ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, ആ നിനക്കൊരു കല്യാണമൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. കല്യാണ ചെറുക്കനാവാനേ തയ്യാറായിക്കോ എന്ന് പറയുമ്പോൾ മനുവിന് ദേഷ്യം വരികയാണ്. മനു കയ്യിലിരുന്ന് എന്തോ ഒരു പേപ്പർ വലിച്ചെറിഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ്. ആ നിൻ്റെ ദേഷ്യമൊക്കെ എനിക്കറിയാം. നീ അവളെ കെട്ടാൻ വേണ്ടിയിട്ട് നടക്കുകയല്ലേ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നീ അപ്പോൾ അവളെ കെട്ടുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ കമല ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ അവനിപ്പോൾ വിവാഹം വേണ്ട. ചുമ്മാ എന്തിനാ അവനെ നിർബന്ധിക്കുന്നത്? എൻ്റെ ശിവേട്ടാ, അവൻ ആ പെണ്ണിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അവൻ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നോക്കിക്കോ, ഞാനൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള ആ പ്രേമമൊക്കെ ഉണ്ടല്ലോ ആ വേലക്കാരി പെണ്ണിനോട്, അതൊക്കെ അവൻ തന്നെ കുഴിച്ചു മൂടും. നിങ്ങൾ നോക്കിക്കോ. അതിനുള്ള ഒരു മരുന്നുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പുനലൂരിൽ നിന്ന്. എന്താടി എന്താ? എൻ്റെ ശിവേട്ടാ ഒന്നും പറയണ്ട. ഞാനാണെങ്കിലേ അവിടെ ചെന്നിട്ട് ആ കുട്ടിയെ കാണാൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി. അവിടുത്തെ മുതലാളിയാ, വലിയ പണക്കാരിയാ കൊച്ചു. ആ നീ ബാക്കി കാര്യം പറ. അവിടെ ചെന്നിട്ടേ ഞാൻ തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു ശിവേട്ടാ. എടി എന്താ? ഒന്നും പറയണ്ട. ഇവിടെ നിന്ന് കൊണ്ടു തള്ളിയ ഒരുത്തി ഉണ്ടല്ലോ, ആ ബാലചന്ദ്രൻ്റെ അരിമ പുത്രി. അവളെ ഞാൻ മറ്റൊരുത്തൻ്റെ കൂടെ കണ്ടു. ഒരു വലിയ മുതലാളി ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നു. അവളുടെ ഒരു കൊഴിച്ചിലും കുഴച്ചിലും ഒക്കെ കാണുമായിരുന്നു. എനിക്ക് തരിച്ചിട്ട് വയ്യായിരുന്നു ശിവേട്ടാ. അവളിത് എങ്ങനെയാണ് ഓരോ ആണുങ്ങളെ മയക്കി എടുക്കുന്നതെന്നാ. എന്ത് പറയാനാ, നമ്മളെ വീട്ടിലെ ചെറുക്കനും ഉണ്ടല്ലോ. എന്നാലും ഇത് കുറേ കടുപ്പമായിപ്പോയി എൻ്റെ ശിവേട്ടാ. ഓരോ വലിയ വീട്ടിലെ ആണുങ്ങളെ കണ്ണും കലാശം കാണിച്ച് മയക്കി എടുക്കുന്നു. അവളുടെ അച്ഛൻ്റെ പ്രായമുണ്ട്, എന്നിട്ട് അയാളുടെ കൂടെ ആ ടെക്സ്റ്റൈൽസിൽ വന്നിരിക്കുന്നു. എന്നിട്ട് അവിടെ വന്നൊരു കൊഞ്ചിലും കുഴച്ചിലും. അയ്യോ എന്നെ കണ്ടില്ല, പക്ഷേ എൻ്റെ കയ്യിലുണ്ട് വീഡിയോ, നിങ്ങൾ നോക്കിക്കോ, ഇതാ കാണ് എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് മനു ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്താ അച്ഛാ? ദാ നോക്ക്, നിൻ്റെ അമ്മ പൊട്ടിക്കാൻ ഇരിക്കുന്ന രഹസ്യം. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് സ്റ്റാലി ജോസഫിൻ്റെ കൂടെ അലീന നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഉള്ള വീഡിയോസാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇതിലെന്താ ഇത്ര പ്രശ്നം? നിനക്ക് പ്രശ്നമൊന്നും ഇല്ലായിരിക്കും. നീ അവളെ അങ്ങ് മനസ്സിൽ പൂജിച്ചുകൊണ്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് നിനക്കൊരു കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്ക് ശിവേട്ടാ, എന്തൊരു കുഴച്ചില്ലേ ഇവക്ക്. എൻ്റെ അമ്മേ, കാണുന്നവൻ്റെ കണ്ണിലാ കുരു. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കരുതേ. അലീന അവിടെ ജോലിക്ക് പോയ കുട്ടി അവിടുത്തെ മുതലാളിയുമായിട്ട് ഡ്രസ്സ് എടുക്കാനോ എന്തോ ആവശ്യത്തിന് വന്നു. അതിനിങ്ങനെയൊക്കെ ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? അയ്യോ എൻ്റെ പൊന്നു മോനെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് ഞാനേ വൈജയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വൈജ ഇന്ന് ഇവിടെ വരും. അപ്പോൾ ഞാൻ ഇവക്ക് കാണിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശിവശങ്കരനും മനുവും പരസ്പരം നോക്കുകയാണ്. അവർക്കറിയാം വൈജയന്തി ഇത് കണ്ടാൽ ഇത് സ്റ്റാൻലി ജോസഫ് ആണെന്ന് മനസ്സിലാവും. അലീന എങ്ങനെ അവിടെ പോയി എന്ന് അവൾ തിരക്കും. അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം അവൾ അറിയും. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണെന്നുള്ള കാര്യം രണ്ടുപേർക്കും അറിയാം. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, കമലേ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ. ആ കുട്ടി ഇവിടെ നിന്ന് പോയില്ലേ, അവൾ തന്നെ ആരുടെ കൂടെ വേണമെങ്കിലും നിന്നോട്ടെ. നീ എന്തിനാ ഇനി ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് വൈജയെ കാണിക്കാൻ പോകുന്നത്? അവളിപ്പോൾ സമാധാനമായിട്ട് നിൽക്കുകയല്ലേ കമലേ. ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ നിന്ന് തലയിടരുതേ. ആരുടെയെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. എന്താ ശിവേട്ടാ, ഞാൻ ആ പെണ്ണ് ഒരുത്തൻ്റെ കൂടെ നിൽക്കുന്ന വീഡിയോ എടുത്തു, അത് ഞാൻ വൈജയ്ക്ക് കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു. അതിലിപ്പോൾ എന്താ അവരുടെ കുടുംബത്തിൽ എന്താ ഇത്ര വഴക്കുണ്ടാവാൻ? വേണ്ട, നീ ഇപ്പം അതൊന്നും കാണിക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയി. നീ ഇനി വൈജയന്തിക്ക് ഇതൊന്നും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കേട്ടല്ലോ. ഇല്ല, ഞാൻ കാണിച്ചു കൊടുക്കും. കാണട്ടെ, വൈജയും കൂടെ കാണട്ടെ അവളുടെ അഴിഞ്ഞാട്ടം. അപ്പോൾ മനു പെട്ടെന്ന് വന്ന് ആ ഫോൺ അങ്ങ് പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. മനു, ആ ഫോണും എടുത്തേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഇടപെടരുതേ, ആ ഫോണും എടുക്ക്. അപ്പോൾ ശിവശങ്കരനും പറയുന്നുണ്ട്, എന്താ അവൻ ആ ഫോൺ എടുത്തെന്ന് കരുതി എന്താ ഡിലീറ്റ് ആക്കുക മനു. ആ വീഡിയോ ഇനിയിപ്പോൾ വൈജയന്തി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി ഇവിടെ നിന്ന് പോയില്ലേ, പിന്നെ എന്തിനാ അതിൻ്റെ പുറകെ കിടന്ന് തലയിടുന്നത്? മനു നിന്നോട് ആ ഫോൺ എടുക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മനുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഇപ്പോൾ ശിവശങ്കരൻ പെട്ടെന്ന് ആ ഫോൺ വാങ്ങിക്കുന്നുണ്ട്. ശിവേട്ടാ, നിങ്ങളും കൂട്ടിനുണ്ടല്ലേ? ഞാൻ പാടുപെട്ട് എടുത്തുകൊണ്ട് വന്ന വീഡിയോയാണ്.
ഇത് വൈജിയെ കാണിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ആക്കിക്കോളാം. വേണ്ടാന്നല്ലേ പറഞ്ഞത്? നീ ഇപ്പോൾ വൈജിയെ കാണിക്കുകയും വേണ്ട, നീ തന്നെ ഡിലീറ്റ് ആക്കുകയും വേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മനു ആ ഫോണ് ശിവശങ്കര മേനോൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഡിലീറ്റ് ആക്കുന്നുണ്ട്. എന്താ മനു നീ കാണിച്ചത്? എനിക്ക് ദേഷ്യമൊന്നും വയ്യ കേട്ടോ മനു, നീ എൻ്റെ കൈയിന് മുന്നിൽ നിന്ന് പൊക്കേ എന്ന് പറയുകയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, ആരെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും കലഹം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി ഇരിപ്പുണ്ട് അവൾ, കയറിപ്പോടി അടുക്കളയിലേക്ക് എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി അവളങ്ങ് അടുക്കളയിലേക്ക് പോവാണ്. എന്നിട്ട് വൈജയെ വിളിക്കുന്നുണ്ട്. വൈജയ്, ആ വീഡിയോ ഇനി കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വൈജയ് ചോദിക്കുകയാണ്, എന്ത് പറ്റി? വലിയ വീരവാദമായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? അവൾ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയോ ഫോണ്? അയ്യോ അല്ല വൈജയ്, ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഷ്ടകാലത്തിന് ഞാൻ ശിവേട്ടനോടും മനുവിനോടും പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അവർക്ക് എന്തോ ദേഷ്യം അങ്ങ് കയറിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിപ്പറിച്ചെടുത്തു. മനു എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അതെന്തിനാ ഇപ്പോൾ അവൻ ഡിലീറ്റ് ആക്കിയത്? എനിക്കറിയില്ല എൻ്റെ വൈജയ്, ഇപ്പോൾ വൈജയെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഡിലീറ്റ് ആക്കിയത്. എന്തെങ്കിലും ആയിക്കോട്ടെ കമലെടുത്തി, ഇപ്പോൾ ആ നാശം തൊലഞ്ഞു പോയില്ലേ, ഇനി എനിക്കവളെ കാണണ്ട, ഞാൻ വയ്ക്കുവാണേ എന്ന് പറഞ്ഞ് വൈജയ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ റൂമിനകത്ത് ഇരുന്നിട്ട് സൗദാമിനി അമ്മ വിളിക്കുന്നുണ്ട്, കമലേ കമലേ നീ വന്നോ? എന്താ അമ്മ വിളിച്ച് കൂവുന്നത്? ഞാൻ വന്നു. അവിടെ എന്താ ഒരു ഒച്ചയൊക്കെ കേൾക്കുന്നത്? ഞാനേ അവിടെ പുനലൂർ ചെന്നപ്പോൾ മറ്റേ അവളെ കണ്ടിരുന്നു, അലീനെ. ഏതോ ഒരു മുതലാളിയുടെ കൂടെ കൊഞ്ചി കുഴഞ്ഞു വരുന്നത് കണ്ടു. നിങ്ങളൊക്കെ അവളെ തലയിലെടുത്ത് വച്ചിരിക്കുകയല്ലായിരുന്നോ? നീ അലീനെ കണ്ടോ? അവൾ സുഖമായിട്ടിരിക്കുന്നോ? അയ്യോ, അവൾ സുഖമായിട്ടിരിക്കുന്നു. ഞാനതൊന്നും ചോദിക്കാൻ പോയില്ല, അവൾ എന്നെ കണ്ടുമില്ല. പക്ഷെ ഞാനവളെ കണ്ടു. ഒരുത്തൻ്റെ കൂടെ കാറി വരുന്നതും അയാളോട് താടിയിൽ പിടിക്കുന്നു, തോളിൽ തട്ടുന്നു. എന്താ കമലേ, അവൾ ഇവിടെ നിന്ന് പോയില്ലേ? ആ കൊച്ചിനൊന്ന് വെറുതെ വിട്. അവൾ സുഖമായിരിക്കുന്നുണ്ടായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ വലിയ നിലയില്ല, ഒരു കാറിലൊക്കെ കയറിയാ വന്നത്. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വൈജയെ കാണിക്കാൻ പറ്റിയില്ല. അതിന് മുന്നേ മനു ചാടിക്കയറി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അയാളുണ്ടായിരുന്നു ഇപ്പോഴത്തെ മുതലാളി. അപ്പോൾ കമൽ അത് കേൾക്കുമ്പോൾ സൗദാമിനി അമ്മയ്ക്കും വല്ലാതെ അങ്ങ് പേടിയാവുന്നുണ്ട്. അത് സ്റ്റാൻലി ആണെന്നും സൗദാമിനി അമ്മയ്ക്ക് അറിയാം. ആ വീഡിയോ ഡിലീറ്റ് ആക്കിയെന്നറിയുമ്പോൾ ഒരു ചെറിയ ആശ്വാസമാവുകയാണ്. എങ്കിലും സൗദാമിനി അമ്മയ്ക്ക് വലിയ പേടി തന്നെയാണ്. വൈജയന്തി അലീന സ്വന്തം മകളാണെന്നറിയുമോ, ലാലിച്ചൻ്റെ കൂടെയാണ് ഇപ്പോൾ അവൾ ഉള്ളതെന്നറിയുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ മനു അവിടേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് കമല ദേഷ്യത്തോടു കൂടി റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ മനു സൗദാമിനി അമ്മയോട് പറയുന്നുണ്ട്, അലീനെ കണ്ടതിൻ്റെ തിളപ്പ, എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കണമല്ലോ, മുത്തശ്ശി പേടിക്കണ്ട, ഞാൻ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഏതോ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് പോയതാ, ഞാൻ കെട്ടിയത് തന്നെ. മനു, നിന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയാം. അതിന് ഈ ഇടക്കാലങ്ങളിൽ വല്ലോ നിന്റെ അമ്മ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ മനു നിനക്ക്? എനിക്കറിയാം മുത്തശ്ശി, അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. അമ്മ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് അലീനയെ ഇഷ്ടമാണ്. ഞാൻ കെട്ടുന്നെങ്കിൽ അവളെ കെട്ടുള്ളൂ. ഒരുപാട് പ്രോബ്ലംസിലൂടെ കടന്നു പോയിട്ടും അവസാനം മനു അലീനെ തന്നെ കെട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.